ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹോയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ലുലു വ്ളോഗായിട്ടാട്ടോ. അപ്പം ഇത് നമ്മളന്ന് ചെന്ന ദിവസം 11th ഇയർ സെലിബ്രേഷൻ ആയിരുന്നു ലുലുവിൻ്റെ. അപ്പോൾ അവിടെ സ്റ്റാഫുകളൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ പ്രോഗ്രാമൊക്കെ ഹോസ്റ്റ് ചെയ്തിരുന്നത്. അടിപൊളി പ്രോഗ്രാമായിരുന്നു. പിന്നെ അയൻ ബേബിക്ക് പിന്നെ പാട്ട് എവിടെയെങ്കിലും കേട്ടാൽ മതി, പിന്നെ ഡാൻസായി ബഹളമായി സ്റ്റേജിൽ കയറണമായി. ഇത് ഞങ്ങളുടെ കുട്ടി അയൻ ബേബി ആട്ടോ. ഇതൊരു അയൻ ബേബിക്കൊരു മൂന്ന് വയസ്സ് ആ ടൈമിലുണ്ടായിരുന്ന അപ്പോൾ പോയ വീഡിയോ ആട്ടോ. അപ്പം ഞാനിപ്പോഴത് പോസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോഗ്രാം കണ്ട് ഞങ്ങളങ്ങ് കോസ്റ്റ കോഫിയിൽ കോഫി കുടിക്കാനായിട്ട് പോയി. സോ ഞങ്ങൾ ക്യാപ്പച്ചീനോയും എക്സ്പ്രസ്സും ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. സോ അതൊക്കെ വന്നു. എനിക്ക് കോഫി എന്താ പറയുക, ഷുഗർ ഇടാതെ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനത്തെ കോഫിയൊക്കെ നല്ല 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 കയ്പിൻ്റെ എഫക്റ്റ് നമുക്ക് പിടികിട്ടത്തുള്ളൂ. അപ്പോൾ അയൻ ബേബി ആണെങ്കിൽ എന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക, അവൾക്ക് ഷുഗർ ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വീഡിയോ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ടിടാന്നുള്ള ശ്രമത്തിലാണ് ഞാൻ. പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കുടിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ ക്രോസോണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ക്രോസോണ്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ പുറത്ത് നോക്കാത്ത വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ അകത്തങ്ങ് കടിച്ചപ്പോഴത്തേക്ക് നല്ല ചൂട്, പക്ഷേ നല്ല ക്രിസ്പി ആയിരുന്നു. അകത്ത് എന്തോ ബട്ടർ എങ്ങാണ്ട് മെൽറ്റായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്നെ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. പിന്നെ അതേ അയൻ ബേബിയും കൂടെ കൈവച്ചു. പിന്നെ ഇതായിരുന്നു ഫസ്റ്റിലിനത്. കുടിക്കാനായിട്ട് കുറേ നേരം കൊണ്ട് നിൽക്കുക. പക്ഷേ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ അവിടെ ഇരുത്തിയേക്കുമായിരുന്നു. ഇനി ക്ഷമ നശിക്കുമെന്ന് കരുതി എന്നെ അടുത്ത് കുടിക്കാൻ പോയി. അപ്പോൾ നല്ല ചൂടാണ്. ഫസലിന് പിന്നെ ചൂടൊക്കെ ഓൾറെഡി പേടിയുള്ള ഐറ്റം ആയതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ സേഫായിട്ടുണ്ടായിരുന്നു. നല്ല ചൂടൊന്നും അറിയാലോ കഴിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ക്രോസോണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കിപ്പം ഈയിടെയായിട്ട് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എന്താ പറയുക, അത് കഴിച്ചാൽ നമ്മുടെ ക്രീം ബണ്ണ് പോലെ നമ്മുടെ വയറും നിറയും, നല്ല സുഖവും. അപ്പോൾ അവിടെ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഫസിൽ ചൂടൊക്കെ അറിയതിന് ശേഷം കുടിച്ച് തുടങ്ങി ഗായ്സ്. ഇതിനായിരുന്നു ഞാൻ ഇത്രയും നേരം കാത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഷുഗറൊക്കെ ഇട്ട് ഞാനും കുടിച്ച്. എന്താ ഷുഗർ ഇടാതെ കുടിക്കാൻ അവൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഷുഗർ ഇട്ട് കുടിച്ച് എൻജോയിങ്. എന്നെ അതേ വാപ്പിച്ച ഉണ്ടായിരുന്നു. വാപ്പിച്ചാക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം വെച്ചാൽ അധികം മധുരമില്ലല്ലോ. സോ മധുരം ഇല്ലാത്തതുകൊണ്ട് വാപ്പിച്ചായും ട്രൈ ചെയ്തു. സോ ഞങ്ങൾ അതൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത പ്രേയർ നടക്കുകയാണ് ഗൈസ്. ടിഷ്യൂ ഒക്കെ വെച്ചിട്ടാണ് ആ കോഫി ഒന്ന് കുടിക്കുന്നത്. എന്ത് പാടാ മനുഷ്യൻ പെടുന്നതെന്ന് നോക്കിക്കുക. കഷ്ടമുണ്ട്. ഫീലിംഗ് സോ സാഡ്. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി കുറച്ചൊക്കെ കുടിച്ചു. പിന്നെ തണുത്തപ്പോഴത്തേക്ക് ഒറ്റയടിക്ക് നമ്മുടെ പരിപാടിയൊക്കെ തീർത്തു. അങ്ങനെ അങ്ങനെ ഞാനിവിടെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ ക്രോസ് വേർഡിൽ പോയിട്ട് കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ എനിക്ക് പിന്നെ ഈ ബുക്ക് വായിക്കുന്ന ശീലമൊന്നും ഇല്ല ഗൈസ്. പിന്നെ BTS കണ്ടപ്പോൾ ഒന്ന് എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്രില്ലാക്സിൽ ലഞ്ച് കഴിക്കാനായിട്ട് കയറിയായിരുന്നു. സോ ഞാനിവിടെ ആദ്യമായിട്ടാട്ടോ കയറുന്നത്. അന്ന് ഓഫേഴ്സ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ബട്ട് നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റാർട്ടർ വന്നായിരുന്നു. അത് ഒരു സാലഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. ഫ്രൂട്ട്സും വെജീസും എല്ലാം കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു. പൈനാപ്പിൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് എന്തോ എനിക്കൊന്ന് വൈറ്റ് സോസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഫോർക്ക് വെച്ച് കുത്തി കഴിക്കാനായിട്ട് കുറേ പരിശ്രമിച്ച്. ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ചിക്കന്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ക്യാപ്സിക്കം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത നെക്സ്റ്റ് ഡിഷ് വന്നായിരുന്നു. അതായത് നമ്മുടെ റൊട്ടിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ ടൈപ്പ് ഹമ്മൂസും സാലഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും വെറൈറ്റി ഹമ്മൂസൊക്കെ അധികം ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ഗ്രിൽ ഐറ്റംസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു റൈസും ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഇത് തീർക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ അത് ചെറിയൊരു ടേബിളായിരുന്നു കേട്ടോ. നമുക്കെല്ലാം കൂടെ വെക്കാൻ ഒരു ഇച്ചിരി പാടുണ്ടായിരുന്നു. പിന്നെ അയൻ ബേബിക്ക് സ്പെഷ്യൽ പ്ലേറ്റൊക്കെ കിട്ടി. ഇതാണ് വന്നിരുന്ന ഗ്രില്ല്. ഇത് നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സ്മാഷ്ഡ് പൊട്ടേറ്റോ ഉണ്ടായിരുന്നു. ഇത് അവരുടെ റൈസായിരുന്നു. സോ നമ്മൾ പറയുമ്പോഴത്തേക്ക് ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് സാധനം കിട്ടും. അതുകൊണ്ട് നമുക്കത് ഒരുപാട് വേസ്റ്റ് ആകുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സ്മാഷ്ഡ് പൊട്ടറ്റോയും ഇത് നമ്മുടെ ഗ്രിൽഡ് ബീഫിൻ്റെ റിബായിരുന്നു. സോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് എത്രയൊക്കെ ഫുഡ് കഴിച്ചാൽ ലാസ്റ്റ് ഒരു ഡെസേർട്ട് കഴിക്കാതെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല ഗൈസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആ ഒരു താഴെയുള്ള ക്യാരമൽ സോസ്, അതും നമ്മുടെ ഈ കേക്കും മേലുള്ള വാനില ഐസ്ക്രീമും
ഡെഡ്ലി കോമ്പിനേഷൻ, ഒരു രക്ഷയില്ല. അതിൻ്റെ അടുത്ത് ഞങ്ങൾ ലൈം ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ച് ഒരു സൈഡിൽ. പിന്നെ ഞാൻ ആദ്യം കഴിക്കണമല്ലോ, വീഡിയോ എടുക്കേണ്ടതാണല്ലോ. സോ അതുകൊണ്ട് ആദ്യം ഞാൻ തന്നെ കൈവച്ചിട്ടേ ബാക്കി എല്ലാവർക്കും ഞാൻ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാലറ്റ് പാർക്കിങ്ങിലായിരുന്നു കൊടുത്തിരുന്ന കാറ്. അങ്ങനെ കാറ് വരാനായിട്ട് വി ആർ വെയിറ്റിംഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.